കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ നിതിൻ നബീൻ അവർ കേരളത്തിൽ സന്ദർശനം നടത്തുകയുണ്ടായി. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും അദ്ദേഹത്തിന്റെ സന്ദർശന വേളയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. LDFും UDFും ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന വർഗീയ പ്രചാരണങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ജനവിശ്വാസം നഷ്ടപ്പെട്ട മുന്നണികൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അപായകരമായ വർഗീയ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന വലിയ പ്രചാരണം അവർ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളും സംസ്ഥാനത്തിന്റെ വികസനവും ചർച്ചയാവാതിരിക്കാൻ വളരെ ആസൂത്രിതമായി സാമുദായിക വർഗീയ ധ്രുവീകരണത്തിനുള്ള പ്രചാരണങ്ങൾ അവർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ 2 തവണകളായിട്ട് അധികാരത്തിൽ വരുമ്പോൾ അവർ പറഞ്ഞു എല്ലാം ശരിയാവും. 10 വർഷം കൊണ്ട് ഒന്നും ശരിയായില്ലെന്ന് മാത്രമല്ല, കേരളം ഇന്ത്യയിൽ ഏറ്റവും വികസനത്തിന്റെ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് മാറുകയുണ്ടായി. ഇപ്പൊ പിണറായി വിജയനെതിരായിട്ടുള്ള ജനവികാരം ശക്തമാവുമ്പോൾ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസും UDFും അധികാരത്തിൽ വന്നാൽ ഇനിയെല്ലാം ശരിയാവും എന്നുള്ള നിലയിലേക്കാണ് വന്നിരിക്കുന്നത്. ശരിയ നിയമങ്ങളായിരിക്കും ഞങ്ങൾ നടപ്പാക്കാൻ പോവുക എന്നുള്ള നിലയിലേക്ക് കേരളത്തെ അവർ എത്തിച്ചിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകരവാദ സംഘടനകളെ വെള്ളപൂശുന്ന പച്ചയായ വർഗീയ നിലപാടാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ അപകടത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് UDF സംഭാവന ചെയ്യാൻ പോകുന്നത് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ദുരന്തമായിരിക്കും. അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദ വർഗീയ സംഘടനകളെയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പലപ്പോഴായി നിരോധിക്കപ്പെട്ടിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് UDF ഇവിടെ പ്രചാരണം നടത്തുന്നത്. ഒരു വികസിത കേരളം ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് നാടിന്റെ സമാധാനമാണ്. വികസനവും സമാധാനവും പരസ്പര പൂരകമാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. സമാധാനത്തിന് ഭംഗം വരുത്തുന്ന വർഗീയ കലാപങ്ങൾ ആസൂത്രണം ചെയ്യുന്ന, നാടിനെ ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണോ ഒരു പുതിയ കേരളം ഉണ്ടാക്കാൻ UDF ശ്രമിക്കുന്നത്? കോൺഗ്രസ് ഗവൺമെന്റുകൾ നേരത്തെ നിരോധിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. 1941 അവിഭക്ത ഇന്ത്യയിൽ ആരംഭിച്ച ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലും, ബംഗ്ലാദേശ് വിഭജനത്തിന് രൂപീകരണത്തിന് ശേഷം ബംഗ്ലാദേശിലും, ഇന്ത്യയിലും പ്രത്യേകം യൂണിറ്റുകളായി ഒരേ സംഘടനയുടെ 3 രാജ്യങ്ങളിലുള്ള പ്രത്യേകം യൂണിറ്റുകളായി പ്രവർത്തിക്കുക. പാകിസ്ഥാൻ ജനിച്ച സമയം മുതൽക്ക് തന്നെ ഒരു മതാധിഷ്ഠിത റിപ്പബ്ലിക്കായി മാറി. ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായിരുന്ന ബംഗ്ലാദേശിനെ ദീർഘകാലത്തെ പരിശ്രമത്തിലൂടെ ജമാഅത്തെ ഇസ്ലാമി
ഒരു മതാധിപത്യ റിപ്പബ്ലിക്കാക്കി മാറ്റി. ചരിത്രത്തിന്റെ ഭാഗമാണ്. അതേ ശക്തികൾ തന്നെയാണ് ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത റിപ്പബ്ലിക്കാക്കി മാറ്റാൻ അവരുടെ ഓപ്പൺ അജണ്ടയാണ്. രഹസ്യമൊന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ല. ഒരു സീക്രട്ട് അജണ്ട നടപ്പാക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഓപ്പൺ അജണ്ടയാണ്. ഞങ്ങൾ ഒരു മതാധിഷ്ഠിത റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ ഒരു മതരാഷ്ട്രവാദമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഒരു മത ഭരണകൂടത്തിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി പരിശ്രമിക്കുന്നത് എന്നുള്ളത് പരസ്യമായി വ്യക്തമാക്കപ്പെട്ട നിലപാടാണ്. ആ ജമാഅത്തെ ഇസ്ലാമിനെ പേരിനെങ്കിലും സമസ്ത കഴിഞ്ഞ ദിവസം തള്ളി പറഞ്ഞു. പക്ഷേ വി.ഡി. സതീശനും കോൺഗ്രസും മുറുകെ പിടിച്ചിരിക്കുക. വി.ഡി. സതീശനും കോൺഗ്രസും UDFും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു അപാകവും കാണുന്നില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ കേരളം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിപത്ത്. LDFും പിണറായി വിജയനും MP ഗോവിന്ദനും ഈ അവസരം മുതലാക്കി ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കും മതഭീകരവാദ സംഘടനകൾക്കും എതിരാണ് എന്നുള്ള ഒരു വ്യാജ നെറേറ്റീവ് അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ദീർഘകാലം LDFിനോടൊപ്പം നിന്നവരാണ്. ഈ അടുത്ത കാലത്ത് പോലും മുഖ്യമന്ത്രിയെ അവർ പോയി സന്ദർശനം നടത്തിയതിന്റെ വസ്തുത പിണറായി വിജയൻ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ മാറി മാറി LDFും UDFും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്, അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അവരുടെ പങ്കുപറ്റി അവരുമായി ചേർന്ന് നിലപാടുകൾ എടുത്തിട്ടുണ്ട്, അവരുടെ സഹായം പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരവാദ ആക്രമണങ്ങൾ ഏത് നിലയിലാണ് ഇന്ത്യ രാജ്യത്തെ ബാധിക്കുന്നത് എന്നുള്ളത് ബംഗാളിൽ നമുക്ക് നേരിട്ടുള്ള അനുഭവമാണ്. ആ ജമാഅത്തെ ഇസ്ലാമിക്ക് താക്കോൽ സ്ഥാനം കൊടുത്താൽ കേരളം ഒരു വളരെ അപൂർവ സന്ദർഭങ്ങളിൽ ഒഴിച്ച് ഒരു വർഗീയ ലഹളകളില്ലാത്ത അല്ലെങ്കിൽ ഒരു മത സയൻസിലൂടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണെന്ന് എല്ലാവർക്കും അറിയാം. 30% മുസ്ലിം ജനസഞ്ചയം ഇവിടെ ഉണ്ടായിട്ടും പ്രത്യേകിച്ച് മലബാറിൽ ഒരു മുസ്ലിം ഒരു കൾച്ചർ ഉണ്ട്. ആ കൾച്ചറിനെയാണ് തകർക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി. ഒരു മലബാറിലെ കേരളത്തിലെ ഒരു പരമ്പരാഗത മുസ്ലിം സംസ്കാരത്തെ തകർക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. നേരത്തെ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് പല നിലപാടുകളും എടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയിരിക്കുകയാണ്. മതമാണ് 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 പ്രശ്നം എന്ന് പരസ്യമായി ലീഗ് നേതാക്കൾ സംസാരിക്കുന്നു. ഞങ്ങളുടെ ഭരണം വന്നാൽ അത് മുസ്ലിം സമുദായത്തിന് വേണ്ടി ആയിരിക്കും, അതിലൊരു തർക്കവുമില്ല എന്നൊരു പ്രമുഖനായ മുസ്ലിം നേതാവ് പ്രസംഗിച്ചു. അത് ആവർത്തിക്കുന്നു അദ്ദേഹം നിരന്തരമായി. അപ്പം മതാധിഷ്ഠിത റിപ്പബ്ലിക്കിന് വേണ്ടി പരസ്യമായി ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ ആശയമാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സമസ്ത എന്ത് പറയുന്നു എന്നുള്ളത് വേറെ കാര്യം. മതമാണ് 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 പ്രശ്നം എന്നവർ പരസ്യമായി പറയുന്നു. ഞങ്ങളുടെ സർക്കാർ വന്നാൽ മുസ്ലിം സമുദായത്തിന് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുക എന്ന് MLA ആയിരുന്ന ഒരാൾ, മുസ്ലിം ലീഗിന്റെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് പരസ്യമായ നിലപാടെടുത്തിട്ടും അതിനെ തള്ളി പറയാൻ മതേതര പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് തയ്യാറാവുന്നില്ല. താക്കോൽ സ്ഥാനം മുസ്ലിം ലീഗിനായിരിക്കും, ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയായിരിക്കും നടപ്പാക്കാൻ പോകുന്നത്. ഇത് വളരെ വ്യക്തമായി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള ഒരു ഭീതിയാണ്. നേരത്തെ നമ്മൾ 5ാം മന്ത്രിയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം UDF വന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം അവർ ആവശ്യപ്പെടുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. കേരളത്തിൽ ഒരു പൗരനും അതിനെക്കുറിച്ച് സംശയമില്ല. അധികാരത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലായിരിക്കും. കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വേണ്ടി ഏത് നീചമായ പ്രവൃത്തിയിലും ഏർപ്പെട്ടിരിക്കുന്നവരാണ്.
കേരളത്തിൽ രണ്ട് മുന്നണികളും ഈ ഒരു വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള കിടമത്സരത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും മറ്റ് മത സംഘടനകളുടെയും യോഗത്തിൽ പോയി പ്രസംഗിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ ഭൂരിപക്ഷ സമുദായ നേതാക്കളെ ആക്ഷേപിക്കുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആരെ സന്തോഷിപ്പിക്കാനാണ് ഈ കാര്യങ്ങളെല്ലാം വി ഡി സതീശൻ ചെയ്യുന്നത്? ഒരു സമുദായ സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് മറ്റൊരു സമുദായ നേതാവിനെതിരായിട്ടുള്ള നീചമായ പ്രസംഗം അവിടെ വെച്ച് നടക്കുന്നത്. എന്തുദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളത്? ഇവിടെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരമുണ്ട്, വികസനത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, അഴിമതിയുടെ പ്രശ്നങ്ങളുണ്ട്, ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയുണ്ട്. അവിടെയൊന്നും സ്റ്റിക്ക് ഓൺ ചെയ്യാതെ വി ഡി സതീശൻ എന്തുകൊണ്ടാണ് ആവർത്തിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറയുന്നത്? ആ വികസന പ്രശ്നങ്ങളിൽ ഒന്നും LDF നിന്ന് ഭിന്നമായൊരു നിലപാട് UDF എടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ ഞങ്ങളിത് ആദ്യം പറഞ്ഞപ്പോൾ ഒരു അതിശയോക്തോടു കൂടിയാണ് മാധ്യമങ്ങൾ ചോദിച്ചത്. ഈ സ്വർണം മോഷ്ടിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയത് CPM-ന്റെ സർക്കാരാണെങ്കിൽ ഈ സ്വർണം വിഗ്രഹ മാർക്കറ്റിൽ, പുരാവസ്തു മാർക്കറ്റിൽ വിപണനം ചെയ്യാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണ് സോണിയാഗാന്ധിയെ കാണാൻ ആന്റോ ആന്റണിയും അടൂർ പ്രകാശും സ്വർണ്ണ കൊള്ളക്കാരനോടൊപ്പം സ്വർണം വാങ്ങിയവനോടൊപ്പം ഈ കാലയളവിൽ പോയത്. അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു സോണിയാഗാന്ധിയൊക്കെ അങ്ങനെ തെറ്റിദ്ധരിക്കാമോ എന്ന്. അതായിരുന്നു ഒരു പൊതു സമീപനം. സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇതേ കച്ചവടമാണ് ഇറ്റാലിയിലുള്ളതെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ ആ മാർക്കറ്റ് കണ്ടെത്താനാണ് അടൂർ പ്രകാശും ആന്റോ ആന്റണിയും പോയത്. ലാഭം കിട്ടിയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പത്തനംതിട്ട MP ആന്റോ ആന്റണി 2.5 കോടി രൂപ ഇതിന്റെ പേരിൽ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണല്ലോ. എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാൻ പത്തനംതിട്ട പാർലമെന്റിൽ മത്സരിക്കാൻ 2.5 കോടി രൂപ വാങ്ങി. പാർലമെന്റ് മത്സരിക്കാൻ 90 ലക്ഷം രൂപയാണ്. ഞാനും ആ തെരഞ്ഞെടുപ്പിൽ അന്ന് മത്സരിച്ച ആളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് 90 ലക്ഷം രൂപയാണ് ചെലവഴിക്കാൻ അന്ന് അധികാരം ഉണ്ടായിരുന്നത്. ഈ 2.5 കോടി എന്തിന് ചെലവഴിച്ചു? അപ്പൊ ഇതുപോലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഈ സ്വർണ്ണക്കൊള്ളയിൽ LDF-നെ പോലെ തന്നെ UDF-നും പങ്കുണ്ട്, കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിന് പങ്കുണ്ട്. അപ്പൊ ആ പ്രശ്നം ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല. വികസന പ്രതിസന്ധിയെ കുറിച്ച് ചർച്ചയാവണമെങ്കിൽ ഒരു വികസനവും UDF-ന്റെ ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിൽ നിന്ന് നമ്മൾ കണ്ടിട്ടില്ല. അഴിമതിയെ കുറിച്ചാണ് ചർച്ചയാവുന്നതെങ്കിൽ LDF-ഉം UDF-ഉം വിഭിന്നമല്ല. അപ്പൊ ഈ മൂർത്തമായ പ്രശ്നങ്ങളെ മറികടക്കാൻ അതിന് പകരം വർഗീയത ഇളക്കി വിട്ട് സാമുദായിക വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ നേരിടുക എന്നുള്ള അപായകരമായ പ്രചാരവേലയിലാണ് LDF-ഉം UDF-ഉം ഏർപ്പെട്ടിരിക്കുന്നത്. BJP തീരുമാനിച്ചിരിക്കുന്നത് ഈ നീക്കത്തിനെതിരായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, തമ്മിലടിപ്പിക്കുന്ന, കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന, സംഘർഷങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന, അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഈ രാഷ്ട്രീയത്തെ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുത്ത് തോൽപ്പിക്കണമെന്ന് തന്നെയാണ് BJP-യും NDA-യും തീരുമാനിച്ചിരിക്കുന്നത്. ആ നിലയിലുള്ള പ്രചാരണമാണ് ഞങ്ങൾ അടുത്ത 2 മാസം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ നടത്താൻ പോകുന്നു. അല്ല, വി ഡി സതീശന്റെ ഈ നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അഭിപ്രായം എന്താണ്? അതാണ് ചോദിക്കുന്നത്. ഭരണഘടനയുടെ ഒരു കോപ്പിയും പിടിച്ചിട്ടാണല്ലോ ഈ രാഹുൽ ഗാന്ധി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ആ ഭരണഘടനയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങളൊരു മതാധിഷ്ഠിത റിപ്പബ്ലിക്കിനെയാണ് അംഗീകരിക്കുന്നത് എന്ന് പറയുന്ന ഒരു പാർട്ടിയുമായി സഖ്യം ചെയ്യാൻ വി ഡി സതീശൻ ആരാണ് അധികാരം കൊടുത്തത്? തിരിച്ചടിയാവുമോ ഇല്ലയോ എന്നുള്ള താങ്കളുടെ ചോദ്യം പ്രസക്തമാണ്. ഈ ചോദ്യം കോൺഗ്രസിന് എങ്ങനെ ഒരു മതാധിഷ്ഠിത റിപ്പബ്ലിക്കിന്റെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയുമായിട്ട് സഖ്യം ചേരാൻ കഴിയുന്നു? അത് ഈ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യുമല്ലോ. യാത്ര ആരംഭിക്കുമ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ആ നിലപാടൊക്കെ മാറ്റി. ആ നിലപാടുണ്ടായിരുന്നത് CPM-നൊപ്പമുള്ളതാണ്. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നത് അതിനെങ്ങനെയാണ്? പത്രം വായിക്കണം ആദ്യം. ആര്? വി ഡി സതീശൻ. ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രമുഖ നേതാവ് സാമൂഹ്യ മാധ്യമങ്ങളിൽ, ഫേസ്ബുക്കിൽ പരസ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളുടെ അടിസ്ഥാന നിലപാടിൽ വെള്ളം ചേർക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല,
മതാധിഷ്ഠിത ഭരണകൂടം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പരസ്യമായി പറഞ്ഞത് വി ഡി സതീശൻ കണ്ടില്ലെങ്കിൽ വി ഡി സതീശന്റെ തലയ്ക്ക് എന്താ തകരാറുണ്ട്? അല്ലെങ്കിൽ വി ഡി സതീശൻ ഇത് എഴുതി കൊടുക്കുന്നവരോട് പറയണം, ആ ഫേസ്ബുക്ക് പോസ്റ്റും അത് കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. അത് ബഹുമാനോട് പ്രതിപക്ഷ നേതാവ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കാൻ ശ്രമിക്കുകയാണ്. സാർ, ഞാൻ പറഞ്ഞതല്ല, അരി എത്രാന്ന് ചോദിച്ചു പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞു. ഞാൻ അവര് പറഞ്ഞത് എന്താണ്? അല്ലല്ല, അവര് പറഞ്ഞത് ഞങ്ങൾ ഒരു മതാധിഷ്ഠിത റിപ്പബ്ലിക്കിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. മതാധിഷ്ഠിത റിപ്പബ്ലിക് ഉള്ള രാജ്യങ്ങളിലൊന്നും ആളുകൾ പ്രവർത്തിക്കാതിരിക്കുകയും ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നില്ല. നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ്. അല്ല, അതൊക്കെ ഉത്തരം പറയേണ്ടവർ പറയും. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇന്ത്യൻ ഭരണഘടന എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അതിന്റെ പ്രതിപക്ഷ നേതാവും ഞങ്ങൾ ഈ റിപ്പബ്ലിക്കിനെ അല്ല അംഗീകരിക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മതാധിഷ്ഠിത രാഷ്ട്രത്തെയാണ് എന്ന് പരസ്യമായി പറയുന്ന ഒരു സംഘടന. അവിടെയാണ് സാർ മുസ്ലിം ലീഗിനെ അല്ല മുസ്ലിം ലീഗിനെ കൊണ്ട് ഈ നിലപാട് അംഗീകരിപ്പിച്ചില്ലേ? ബംഗ്ലാദേശിനെ അവർ മാറ്റിയില്ലേ? ബംഗ്ലാദേശ് എത്ര സെക്യുലർ ആയിരുന്നു? ഇത് എന്താ പറഞ്ഞാൽ ഭീകരവാദത്തെ വെള്ളപൂശുന്ന വർഗീയ സംഘടനകളുടെ ഒരു പ്രചാര വേലയാണിത്. 1% വോട്ടേ അവർ കിട്ടും. ആര് പറഞ്ഞു 1% വോട്ട്? അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. അല്ലെങ്കിൽ മത്സരിച്ചാൽ തന്നെ അവരുടെ വോട്ട് അവർ ആ സമൂഹത്തെ ആട്ടിൻകുട്ടികളെ പോലെ നയിക്കുകയാണ്. ആര് ജയിക്കണം, ആര് തോൽക്കണം, എന്തായിരിക്കണം ഇവിടെ ചർച്ച ചെയ്യുന്ന അജണ്ട. ജമാഅത്തെ ഇസ്ലാമി ഒരു ഭീകരവാദ ബോംബല്ല എന്ന് ഈ ഘട്ടത്തിൽ ആരും പറയില്ല. അതിപ്പോ അത് ബോംബ് പിടിച്ചിട്ട് ഇവർ പോകുന്നല്ല അതിന്റെ അർത്ഥം. അവരുണ്ടാക്കുന്ന ഇഷ്ടം പോലെ രാജ്യത്ത് നടന്ന എത്രയോ വർഗീയ കലാപങ്ങളിൽ അവരുടെ പങ്കാളിത്തം ഇഷ്ടം പോലെ. എത്ര പേര് അകത്ത് കിടക്കുന്നുണ്ട് സാർ ഇപ്പോ? ഇതെല്ലാം ഒന്നല്ലേ? അല്ല, സമസ്ത ഞാൻ പറഞ്ഞ പോയിന്റ് സമസ്ത തള്ളി പറഞ്ഞിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് തള്ളി പറയുന്നില്ല? അതെ, സമസ്ത ശരി അല്ല, പക്ഷെ ലീഗ് മാറിയല്ലോ. ഇപ്പൊ സമസ്തയിൽ പകുതി അങ്ങോട്ടും പകുതി ഇങ്ങോട്ടും അല്ലേ? ലീഗ് പൂർണ്ണമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം സ്വീകരിച്ചല്ലോ. ലീഗ് നേതാവല്ലേ മതമല്ല മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ സർക്കാർ വന്നാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ആയിരിക്കും ഭരണം എന്ന് പറഞ്ഞത് ലീഗ്. ഇത് നിങ്ങളത് കാണാത്തതാണ്. ഈ ചാനലുകളൊക്കെ കണ്ണ് കൊട്ടി അടച്ചിരിക്കുകയാണ്. അതെ, കൊടുത്താണ്. പിന്നെ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? അതൊരു കോൺഗ്രസിന്റെ പ്രചാരണമാണ്, മനസ്സിലായില്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയത്തിൽ CPM-ന്റെ നിലപാടും BJP-യുടെ നിലപാടും ഒന്നല്ല. ജമാഅത്തെ ഇസ്ലാമിയെ CPM-ഉം താലോലിച്ച് പാല് കൊടുത്ത് വളർത്തി ആ വിഷപ്പാമ്പിനെ വളർത്തിയിട്ടുണ്ട്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിന് കൂടെ പോയത് കൊണ്ടാണ് ഇവർ ഈ പ്രചരണം നടത്തുന്നത്. ഇനി ഇപ്പുറത്തിരിക്കുന്നത് ആരാണ്? ബാക്കി PDP, INL, SDPI, PFI. അതുകൊണ്ട് എന്താ വ്യത്യാസമുള്ളത്? 2 തുലാസിൽ തൂക്കുമ്പോ ഏതാ തൂങ്ങുന്നത് കൂടുതൽ എന്നുള്ള ചോദ്യമല്ലാതെ മറ്റൊന്നും അതിനർത്ഥമില്ല. സർ, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന MLA-മാർക്കെന്നാണ്, അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇവിടെ MLA ഉണ്ടോന്ന് ആരെങ്കിലും പറഞ്ഞോ? ഞങ്ങളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയം, മതാധിഷ്ഠിത റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം അംഗീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസും ലീഗും പ്രവർത്തിക്കുന്നത്. ആ ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനവും കൊടുക്കുന്നത് അപ്പൊ പറയും അതൊരു സെക്യുലർ പാർട്ടിയല്ലേ? ഇപ്പൊ സമസ്തയുടെ യോഗത്തിൽ തന്നെ ചില ജില്ലകൾ വിഭജിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയാണ് ആദ്യം വിഭജിക്കേണ്ടത്. അപ്പൊ ജില്ലകൾ വിഭജിക്കുമ്പോ അതിന് മാനദണ്ഡം എന്താണ്? ഭൂപ്രകൃതിയാണോ, ജനസംഖ്യയാണോ? ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പൊ അത്തരം വിഭജന രാഷ്ട്രീയം മതത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു വലിയ വിത്തിടലാണ്. ആ വിത്തിപ്പോ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്.
അല്ല, അങ്ങനെ വിഭജിക്കേണ്ട കുറെ ജില്ലകളുണ്ട്. ഇത് പാർലമെന്റിലെ മണ്ഡലങ്ങൾ ഡീലിമിറ്റ് ചെയ്യുമ്പോൾ വേറൊരു നിലപാട്. മലപ്പുറം ജില്ല വിഭജിക്കുമ്പോൾ അവിടെ കൂടുതൽ 6 സീറ്റ് കൂടുതൽ കിട്ടുമ്പോൾ അത് സ്വാഗതാർഹം. ആ നമ്പർ അവിടെ ഇരിക്കട്ടെ. അതായത് നിങ്ങൾ വികസനത്തിന് വേണ്ടിയാണ് ജില്ലയോ മണ്ഡലമോ ഒക്കെ വിഭജിക്കുന്നതെങ്കിൽ അതിനൊരു പൊതുവായ മാനദണ്ഡങ്ങളുണ്ട്. ഈ മലപ്പുറം ജില്ലയെ കുറിച്ച് മാത്രം ചില ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. മലപ്പുറത്തിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഭൂരിപക്ഷമുള്ള വേറെ ജില്ലകളുണ്ട്. അതേ, അങ്ങനെയാണ് പറയേണ്ടത്. അതന്നെയാണ് പറയേണ്ടത് സാർ. കേരളത്തിൽ ജില്ലകൾ കേരളത്തിൽ സമസ്തയുടെ പ്രമേയം ഞാൻ വായിച്ചു നോക്കിയത് കണ്ടത് ഇതാണ്. ഞാൻ പറഞ്ഞേ, നിങ്ങൾ ഏത് ഐഡിയോളജിയുടെ പ്രചരണമാണ് നടത്തുന്നത്? കേരളത്തിലെ ജില്ലകൾ വിഭജിച്ച് കൂടുതൽ ജില്ലകളാക്കണമെന്നാണോ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ കേട്ടത് മലപ്പുറം ജില്ല വിഭജിച്ച് 2ആക്കണം. ഞാൻ കേട്ടത് അങ്ങനെയാണ്. നിങ്ങൾ ആരെങ്കിലും തിരുവനന്തപുരം ജില്ല വിഭജിക്കണം എന്ന് പറഞ്ഞതായിട്ട് കേട്ടോ? നിങ്ങൾ ആരെങ്കിലും എറണാകുളം ജില്ല വിഭജിക്കണം എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടത് മലപ്പുറം ജില്ല വിഭജിച്ച് 2ആക്കണം എന്നുള്ള ആശയമാണ്. ജില്ലകൾ വിഭജിച്ചോട്ടെ, കേരളത്തിലൊരു 30 ജില്ല ആയിക്കോട്ടെ. എൻ്റെ കേൾവിക്ക് ഒരു പ്രശ്നമില്ല. കാതിൽ ഈയ ഒരുക്കി ഒഴിച്ചിട്ട് ചില ആളുകൾ ഇവിടെ വർഗീയ പ്രചരണം നടത്തുകയാണ്. അത് രാവിലെ പത്രം വായിക്കുമ്പോഴും വൈകുന്നേരം അടുപ്പ് കൂട്ടി ചർച്ച കാണുമ്പോഴും നമുക്ക് ബോധ്യപ്പെടുന്ന വിഷയമാണ്. ആ വിഷയം ഞങ്ങൾ പറയുന്നേ ഉള്ളൂ. പറയുന്നവരെ നിങ്ങൾ ആക്ഷേപിക്കുകയാണ്. അല്ല, ഈ കേരള ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കോഴിക്കോടിന് എന്ത് കിട്ടി? കിട്ടി. അല്ല, അവിടെ രാമയാണ് എന്താ കിട്ടിയെന്ന് നിങ്ങൾ പറഞ്ഞു. കേന്ദ്ര ബജറ്റ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഒന്നും കൊടുക്കുന്നതല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കുള്ളതാണ്. കേരളത്തിന് ഇതുവരെ കിട്ടാത്ത ടാക്സ് ഷെയർ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ആരും പറയുന്നില്ലല്ലോ. ഇതുവരെ കിട്ടാത്ത റെയിൽവേ ഷെയർ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ LDF-നും UDF-നും വേണ്ടി ആദ്യ ദിവസം തന്നെ അങ്ങ് വെടിപൊട്ടിച്ചു. ഇപ്പം എന്താ ആവർത്തിക്കാത്തത്? പിന്നെ ആ വർത്തമാനം പറയണ്ട. കേരളത്തിനാണ് എത്ര കോടി കിട്ടി? 3750 കോടി രൂപ. താങ്കൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കയറുന്ന ആളല്ലേ സാറേ? അല്ലല്ല, വർത്തമാനം പറയുന്നല്ലോ. അല്ലല്ല, ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ, നിങ്ങൾ ഈ കോഴിക്കോട് പത്രക്കാരല്ലേ? കേടാ, കാറിപ്പൊന്നും അറിയില്ല. ഞങ്ങളെ സർക്കാർ വരുന്നതിന് മുമ്പ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ എന്തായിരുന്നു? ഇപ്പൊ എന്താണ്? നിങ്ങൾ ഒന്നും അറിയാതെ സംസാരിക്കല്ലേ. എന്തെല്ലാം കിട്ടിയിട്ടുണ്ട്, ഇനിയും കൊടുക്കും. അത് നിങ്ങളുടെ അജണ്ടയ്ക്ക്. ഇനി നിങ്ങളിപ്പോ ബഡ്ജറ്റിൽ അത് കിട്ടിയില്ല, ഇനിയിപ്പോ എന്തെങ്കിലും വരുമ്പോൾ പറയുന്നത് ഇലക്ഷൻ ആയതുകൊണ്ടാണ് വരുന്നത്. ആ വർത്തമാനമൊന്നുമില്ല. ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളോടും അറസ്റ്റ്. സാർ, എയിംസ് വരണമെങ്കിൽ എത്ര ഏക്കർ ഭൂമി ഏറ്റെടുക്കും? അല്ലേ, പറയൂ. എത്രയുണ്ട്? 200 ഏക്കർ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് അവിടെ. അല്ല, 100 ഏക്കർ കൂടുതലല്ല. എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചു. അങ്ങനെയല്ലല്ലോ സാറേ. നിങ്ങൾ തയ്യാറാവാത്തതുകൊണ്ടാണ്. സെൻട്രൽ ഗവൺമെന്റ് തയ്യാറാവാത്തതുകൊണ്ടല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് തയ്യാറാവാത്തത് കൊണ്ടാണ്. അവരുടെ അടിസ്ഥാനപരമായ അതൊന്നല്ല. ഇവിടെ സ്ഥലത്തിന്റെ തർക്കം ഇല്ലല്ലോ സാറേ. ഇവിടെ ഓരോരുത്തർ ആവശ്യപ്പെടും. ഇപ്പൊ ഞാൻ ആവശ്യപ്പെടുന്നത് വേറെ ആയിരിക്കും, രാജീവ് ചന്ദ്രശേഖർജി ആവശ്യപ്പെടുന്നത് വേറെ ആയിരിക്കും, സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നത് വേറെ ആയിരിക്കും. അതല്ല, ആ സ്ഥലത്തിന്റെ തർക്കമല്ലല്ലോ ഇവിടെ. അടിസ്ഥാന സൗകര്യങ്ങൾ, എയിംസ് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ 40% പോലും ഫുൾഫിൽ ചെയ്യാൻ ഇപ്പോൾ കേരള ഗവൺമെന്റ് കൊടുത്ത ഒരു പ്രപ്പോസലിലും ഇല്ല. അതുകൊണ്ട് ആ വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് ഇത് കിട്ടിയില്ലെന്ന് പറയും. ബജറ്റിൽ ഒരിക്കലും എയിംസ് പ്രഖ്യാപിക്കാറില്ല. എവിടെ പ്രഖ്യാപിച്ചു? 12 തവണ ബജറ്റ് അവതരിപ്പിച്ചു നിർമ്മല മോദി ഗവൺമെന്റ്. ഏത് ബജറ്റിലാണ് എയിംസ്? നമ്മളെ സർക്കാർ കേരളത്തിന് അർഹമായ അർഹതയിൽ കൂടുതൽ. ഇത് കുറെ ദിവസമായിട്ട് ചോദിക്കുന്ന ചോദ്യം വേറെന്തല്ല. ഒരു പ്രതിരോധവും ഇല്ല. എന്താണ് അതൊക്കെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ തീരുമാനിച്ചു. അത് പൊതുയോഗത്തിലല്ലേ സാറേ? മുഖ്യമന്ത്രി ജാഥയിൽ പറഞ്ഞാൽ പോരല്ലോ, കണക്കുകൾ. അല്ലല്ല, മുഖ്യമന്ത്രി ഇതുപോലത്തെ പല ബഡായും ജാഥയിൽ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് 20,000 കോടി രൂപയുടെ ഇങ്ങോട്ട് തരാനുണ്ട് അവിടെ നിന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ പോയിട്ട് എന്തായി? ഒരക്ഷരം അവിടെ സംസാരിച്ചിട്ടില്ല, ഒന്നും പോയിട്ടില്ല. ഈ അടുത്ത കാലത്ത് 2 പേരും കൂടെ കാണാൻ പോയിരുന്നല്ലോ, അമ്മാനും മരുവനും കൂടി.
എന്തെങ്കിലും കൊടുത്തിരുന്നു കടലാസ്? വെറുതെ ലെഫ്റ്റിന്റെ വ്യാജ നറേറ്റീവാണ്. ഇതുപോലത്തെ പല പ്രചരണം ഇവിടെ നടക്കുന്നുണ്ട്. ആ പ്രചരണത്തിനൊന്നും മറുപടി പറയാനല്ല ഞാൻ. സാറേ, നെൽകർഷകർക്ക് ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കും, നിങ്ങൾ വികാരം കൊള്ളല്ല. നെൽകർഷകർ ആത്മഹത്യ ചെയ്തു കേരളത്തിൽ. എന്താ കാരണം? സെൻട്രൽ ഗവൺമെന്റ് കൊടുത്ത പണം സർക്കാർ കൊടുക്കാതെ പാടശേഖര സമിതികളുടെ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾ ബാങ്ക് വായ്പ എടുക്കണം, സർക്കാർ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് വായ്പ എടുത്ത് ആ വായ്പ സർക്കാർ തിരിച്ചടയ്ക്കാതെ സിബിൽ മൈനസായി കേരളത്തിലെ കർഷകർക്ക് വേറെ ഒരു സ്ഥലത്തും ലോൺ കിട്ടാതായി കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് മറച്ചു വെക്കുന്നു. ഞങ്ങൾ കൊടുക്കാത്തത് കൊണ്ടല്ല, സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കാത്തത് കൊണ്ടല്ല, കൊടുത്ത കാശ് കർഷകർ കൊടുക്കാത്തതുകൊണ്ട്. പാലക്കാട്ടും കുട്ടനാട്ടിലും കർഷകർ, ഇടതുപക്ഷം, BJP, കോൺഗ്രസ് എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ഡയറക്റ്റ് തന്നാൽ മതി. നിങ്ങൾ ഈ സർക്കാർ സംസ്ഥാനത്തിന് കൊടുത്തിട്ട് ഞങ്ങൾക്ക് തരണ്ട, ഞങ്ങൾക്ക് കേന്ദ്രം തരാനുള്ള പൈസ നേരിട്ട് തരണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് അത്തരം ഒരു കള്ളപ്രചരണം ഇവിടെ നടക്കില്ല. അല്ല ദീപക്, ഇതൊക്കെ നിങ്ങൾ ചുമ്മാ കോടിയുടെ കണക്ക് ദേശാഭിമാനി വായിച്ചിട്ട് വർത്തമാനം പറഞ്ഞു. ദേശാഭിമാനി വരുന്ന വാർത്തയ്ക്ക് മറുപടി. കേന്ദ്ര ധനകാര്യ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി നമ്മുടെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഔദ്യോഗികമായി കത്ത് കൊടുത്തു. നെല്ല് സംഭരണം രാജ്യത്ത് കൂടുതലാണ്, ഇനി അധിക ബാധ്യത ഏറ്റെടുക്കാൻ പറ്റില്ല. അതായത് ആവശ്യത്തിലുള്ള നെല്ലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ അധികം ഉത്പാദിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു നിലപാട് ഇതൊന്നും എനിക്ക് ഇപ്പൊ നിങ്ങളൊരു ഒരു വാർത്ത എവിടെയോ കേട്ടെന്ന് വിചാരിച്ചു അപ്പൊ തന്നെ എന്നോട് ചോദിച്ചാൽ ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഇതുപോലെ പിന്നെ തൊഴിലുറപ്പ് പദ്ധതി പരിഷ്കരിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. പിന്നീടാണ് വസ്തുത പുറത്തു വന്നപ്പോൾ തൊഴിലുറപ്പ് ജീവനക്കാർക്ക് 125 ദിവസവും കിട്ടും, അവർക്ക് ധാരാളം സൗകര്യങ്ങൾ അതിലുണ്ടാവുന്നു പിന്നീടാണ് പുറത്തു വന്നത്. അതുകൊണ്ട് ആ വർത്തമാനം വേണ്ട, വേറെ എന്തായാലും രാജഗോപാൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശബരിമല കേസിൽ അദ്ദേഹം വീണ്ടും കോടതിയിലേക്ക് പോകാൻ പോവുകയാണ്. അദ്ദേഹം വാദിക്കാൻ പോവുകയാണ്, വിധി ഏറ്റെടുക്കാൻ പോവുകയാണ്. എന്തിനാണ്? അതായത് രാജഗോപാൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള കേസ്, ആ കേസിൽ നോൺ ബെയിലബിൾ ഒഫൻസ് അത് നിങ്ങൾ BJP അത് വാദിക്കാനുള്ള ശേഷിയൊന്നുമില്ല, വിധിയിൽ വാദിക്കണം. കൃത്യത്തിൽ പാടില്ലേ? ശരി, വേറെ മതി മതി, എല്ലാം കൂടി ഇന്ന് പറയാനില്ല. ഞാൻ ഇന്നത്തെ അത് രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നു. ജീവനക്കാർ വരുന്നില്ലെന്നാ? DMRCയുടെ ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടോ? ആള് വരുന്നുണ്ടോ നോക്കാൻ നിങ്ങൾ അവിടെ ക്യാമറ വെച്ചിരിക്കണം. അദ്ദേഹം എന്ത് ഉദ്ദേശത്തിലാണോ ഓഫീസ് തുറന്നത് അത് അവിടെ നടന്നുകൊണ്ടിരിക്കും. ശരി, ഇതിനൊക്കെ മന്ത്രിമാരൊക്കെ ഉണ്ടെന്ന് സാർ ഇവിടെ. നിങ്ങൾ എല്ലാം പാവപ്പെട്ട എന്നോട് ഒരു അധികാരമില്ലാതെ എന്നോട് ആണല്ലോ. കടകംപള്ളിയെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തതെന്ന് ഞങ്ങൾ മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ. ഇപ്പൊ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നില്ലല്ലോ. കടകംപള്ളി ഇതിലെ നമ്പർ 1 കുറ്റവാളിയല്ലേ? അല്ല, ഇനി ഒരു ചോദ്യത്തിന് 1000 ചോദ്യം മറുപടി. പാർലമെന്റിൽ ഉപചോദ്യത്തില്ലേ? സ്വർണ്ണക്കൊള്ളയാണ് ചോദിച്ചു. ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടല്ലേ? അടൂർപ്രകാശിനോട് ചോദിച്ചിട്ടുണ്ടാവുമല്ലോ ഇപ്പൊ. എന്നാ പിന്നെ ഞാനിത് പറഞ്ഞിട്ട് മാസം ഒന്നായല്ലോ. ആരെങ്കിലും ചോദിച്ചു എന്നോട് ഒരു മറുപടി പറഞ്ഞു? ആരെങ്കിലും കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ്?